Praise the Lord. ഈ ധ്യാനം തുടങ്ങിയ സമയത്ത് നമ്മൾ സന്ധ്യ അജിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അത് തുടങ്ങി വെച്ചപ്പോൾ കർത്താവ് വേറെ വചനം നൽകി. വളരെ ആഴമുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് സംഗീതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ ശരിക്കും സഹായിക്കും. സന്ധ്യ അജിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ അലർജിയാണ്. അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തോടുകൂടി 10 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ പറഞ്ഞ സാക്ഷ്യമാണ്. പുനലൂർ സന്ധ്യ അജി പുനലൂർ. ഈ സാക്ഷ്യം നിങ്ങൾ യൂട്യൂബിലുണ്ടത് നോക്കിയാൽ മതി, നോക്കണം നിങ്ങൾ. കാര്യം നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗം ഒന്ന്, അറ്റൻഡ് ദ ടെസ്റ്റിമണീസ് ഓഫ് ആൻസേർഡ് പ്രേയേഴ്സ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊള്ളുന്ന നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാം. 10 കാര്യങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണത്, പക്ഷെ അത് വലിയ കാര്യമാണത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഇവരുടെ വിഷയം 10 കൊല്ലമായിട്ട് അവർക്ക് അലർജിയാണ്, പൊട്ടിപ്പൊളിഞ്ഞ വ്രണങ്ങളുമായിട്ട് കൈകൾ. അപ്പോഴവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നു. 10 കൊല്ലം അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ ഇവിടെ അവർ തിരിച്ചു വന്ന് പിന്നീട് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ അജിയെ വിളിച്ച്, അജി ഗൾഫിലെവിടെ ജോലി ചെയ്യാൻ, അജിയെ വിളിച്ച് പറയും, ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവിൻ്റെ കൈ സുഖപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ സന്ധ്യ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. അതായത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതായത് കൃപാസനത്തിൽ എത്തിച്ചേരുന്ന വരെ ഉടമ്പടിയുടെ എല്ലാ ആനുകൂല്യവും നിനക്ക് കിട്ടാൻ വേണ്ടി അമ്മ തന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് അമ്മ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അതിനുശേഷം അവർ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത്. അപ്പോൾ തീർത്ഥാടന ഉടമ്പടി ചെയ്തേച്ചും ഈ അജിയെ വിളിച്ച് പറയും, ഞാൻ കൃപാസന മാതാവിനെ കാണാൻ പോയെന്ന് പറയും. അപ്പോൾ അന്ന് വൈകുന്നേരം അജിക്കൊരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഒരു മലയാളിയുമായിട്ട് കൂടെ താമസിക്കായിരുന്നു. വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ യൂറോപ്പിലായാലും ഗൾഫിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാടക കൊടുക്കാനുള്ള ശമ്പളം നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ വീട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണം, മലയാളികളൊക്കെ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് അവിടെ ജോലി, അവിടെ പ്രോജക്റ്റ് അവിടെ തീരുകയാണെങ്കിൽ അവരവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ മുഴുവനും വാടക ഒരാൾ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ അത്രയും ശമ്പളം ഉണ്ടാകത്തില്ല, അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അജിയാണെങ്കിൽ ഒരു ജീവിതം ആകപ്പാട് വഴിമുട്ടി എന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഇയാൾ പലയിടത്തും പോയി അന്വേഷിച്ചിട്ട് ഒരിടത്തും ഒരു അക്കോമഡേഷൻ കിട്ടണില്ല. അക്കോമഡേഷൻ കിട്ടാവുന്നപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഇവർ വൈഫ് നല്ല ശരിക്കും സുന്ദരമായിട്ടത് പറയുന്നുണ്ട്. അതായത് സന്ധ്യ നന്നായിട്ടത് പറയുന്നുണ്ട്. അതായത് പലയിടത്തും പോയി ഒരു വീട് ഷെയറായിട്ട് താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ. ഈ മനുഷ്യൻ മടുത്ത് സങ്കടപ്പെട്ടിട്ട് ഇയാൾക്ക് വൈഫ് പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ, ഞാനിന്ന് കൃപാസന മാതാവിനെ കാണാൻ പോയെന്നേ പറഞ്ഞുള്ളത്. എന്നിട്ട് ഈ അജി റോഡിൽ നിന്നുകൊണ്ട് അത് വേദനപ്പെടുന്ന സാഹചര്യമാണ്. എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് എനിക്കൊരു വീട് കാണിച്ചതാണ്. അത് നല്ല സാക്ഷിയാണ് കേട്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. എൻ്റെ കൃപാസന മാതാവേ എനിക്കൊരു വീട് കാണിച്ചതാണ് എന്ന് ഇയാളിങ്ങനെ പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ അമ്മ തോന്നിച്ചു, നീ നെറ്റിലടിച്ച് നോക്കാൻ പറഞ്ഞു. അന്ന് വരെ ഇപ്പം 3-4 ദിവസമായി വീട് തിരക്കി നടക്കണത്, ഈ ഒരു ബോധമില്ല. ഇയാൾ നെറ്റടിച്ച് നോക്കുകയും പെട്ടെന്ന് ഈ വീട് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ഉള്ള ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മലയാളിയുടെ പ്രൊഫൈൽ കണ്ട് ഉടനെ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ പുറത്തായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അവർ അന്ന് തന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ 2 കുടുംബം കൂടി ഒരുമിച്ച് താമസിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം
ഇതിനൊക്കെ എല്ലാം ഒരു വചനമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? വാഗ്ദാനത്തിന് എല്ലാ വാക്കിൻ്റെ അകത്തും ദാനമുണ്ട് ദൈവത്തിൻ്റെ, അല്ലേ? എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ ദാനമുണ്ട്. ഈ ദാനം നമ്മളിങ്ങനെ പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം എന്താണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അജി എന്താണ് ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കാൻ അജി എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ കൃപാസനം മാതാവേ എന്ന് വിളിച്ച്. കാര്യം ഇല്ലായ്മയൊക്കെ പരിഹരിക്കുന്ന ആളാണല്ലോ. വീഞ്ഞില്ല എന്ന് പറയണതും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾക്ക് ദൈവം ഇക്കാലങ്ങളിലെ ഉടമ്പടിയിലൂടെ 10,000 ഉത്തരം കൊടുക്കുമ്പോൾ ഇന്ന് ഞാൻ കൃപാസനം മാതാവിനെ കാണാൻ പോയെന്നാണ് ആ ചേച്ചി പറയണത് അജിയോട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി, ഇവർക്ക് അജിക്ക് ഉടമ്പടി അറിയത്തില്ല, ചിലപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 10:20 യെശയ്യായുടെ ഒരു വചനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഇപ്പം നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. കണ്ടില്ലേ? എനിക്ക് 10:20 റോമ 10:20 യെശയ്യ ധൈര്യപൂർവ്വം പറയുന്നു. എന്താണ് പറയുന്നത്? ഏറ്റു പറഞ്ഞ്, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തു നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും. ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തണം. കാര്യം ഇപ്പോൾ എന്താ വചനം എഴുതിയിരിക്കുന്നത്? എന്നെ തേടാത്തവർ, അന്വേഷിക്കാത്തവരെ, ആശ്രയിക്കാത്തവരെ ക്രിസ്തുവിനെ കണ്ടെത്തും. എങ്ങനെയാണ്? എന്നെ കണ്ടെത്താൻ എന്നും പറഞ്ഞൊരു വചനമുണ്ടല്ലോ, 29:14 ജെറമിയ. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളോസ്യസ് 3:11 തന്നെയാണ്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്, പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. അല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോഴേ എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മതം മാറണമെന്നല്ല അർത്ഥം. വേദനപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഞാൻ പറയുക, അവിശ്വാസിക്ക് പോലും ഉള്ളതിൻ്റെ സൂചനയാണ് എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം നിനക്കൊരു വിഷമം വന്ന് പോകുമ്പോൾ ഞാൻ ക്രിസ്തുവുമായിട്ട് അടുപ്പമൊന്നുമില്ല, ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് എന്നൊന്നും പറഞ്ഞ് വെറുതെ മണ്ടത്തരം പറഞ്ഞ് കെട്ടിയിരുന്ന് വിളിച്ച് നീ നിൻ്റെ വിഷമത്തിൽ നിലനിൽക്കരുത്. മറിച്ച് കാര്യം ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും മതം മാറ്റമാണ്. മതമാറ്റം അല്ല വിഷയം. അതായത് ദൈവത്തെ നീ കണ്ടെത്താനും അനുഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മതാതീതമായി യേശുവിനെ നിനക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും. അങ്ങനെ 10,000 യേശുവിനെ അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധ്യത സുവിശേഷം നൽകുന്നൊരു വലിയൊരു സാധ്യതയാണ്. അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞത്. എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞത് അമ്മയാണ്. അതുകൊണ്ടാണ് നിസ്സാര കാര്യത്തിന് പോലും അമ്മ യേശുവിനെ കനായിലെ കല്യാണത്തിൽ തീർന്നു പോയിട്ട് പോലും അതിന് പോലും അമ്മ ആശ്രയിച്ചത് യേശുവിനെയാണ്. അപ്പം അതിൻ്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അമ്മ അവിടെ ആശ്രയം വെക്കത്തില്ല. അവിടെയാണ് വിഷയം. ഇപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടാകും, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമാനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതരം ഓപ്ഷങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പ്
ഈശോയായിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. അത് നല്ല ശരിക്കൊരു അഭിഷേകം ആ വിഷയത്തെ മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, എന്ത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ലോകത്തിന് മരുന്നുണ്ടെങ്കിലും വീടില്ലെങ്കിൽ ലോൺ എടുക്കാമെങ്കിലും കർത്താവേ, ഭൗതിക സാഹചര്യങ്ങളുടെ സാധ്യതകളുണ്ടെങ്കിലും ആദ്യമായി യേശുവിനെ തന്നെ ആശ്രയിക്കാൻ എന്നെ പുനഃക്രമീകരിക്കണം. വിശ്വാസത്തെ പുനഃക്രമീകരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു സാക്ഷ്യമാണ് സ്ത്രീകളുടെ സാക്ഷ്യം. അത് ഇതുപോലെ തന്നെ ഒരു രസകരമായ സാക്ഷ്യം. സ്ത്രീകല സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് അത് എഴുതിയിട്ടുടനെ എൻ്റെ നോട്ട് ബുക്കിൽ. കാര്യം അതിൻ്റെ അകത്ത് ഭയങ്കര അഭിഷേകം നിറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാര്യം സ്ത്രീകളുടെ വിഷയം സ്ത്രീകല കാഞ്ഞിരമറ്റം എറണാകുളത്ത് ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. സ്ത്രീകളുടെ വിഷയം കരളിലെ ഒരു സിസ്റ്റ്, അപ്പോൾ അതൊരു ക്യാൻസറാണെന്ന് ഉള്ളൊരു ഡയഗ്നോസിസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് സ്കാൻ ചെയ്തിട്ട് ബയോപ്സിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഇവരിങ്ങനെ ഐസായിപ്പോയി. പേടിച്ചും വിഷമിച്ചും വേദനിച്ചും നമുക്കറിയാം. ഇതുപോലെയൊക്കെ എന്തെങ്കിലും എത്രയോ പേര് ഇതുപോലെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഡയഗ്നോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരപ്പെടാം. പിന്നെ അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. താനില്ലാത്ത ഒരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അല്ല, ചിന്തിച്ച് കാട് കയറി പ്രഷർ കയറി ഉറക്കം പോയി പ്രാന്തുകളെപ്പോലെ ഇങ്ങനെ നടക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്നാണ് ഇതിനൊക്കെ മാറ്റണത്. ഇതെല്ലാം നിൻ്റെ ദൈവം കാണുന്നുണ്ട് സഹോദരങ്ങളെ. കാര്യം നമ്മൾ എത്രയോ ഉന്നതന്മാരാണ് നമുക്ക് തോന്നിയാലും ഇതുപോലൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെ ദൈവം റെഡ്യൂസ് ചെയ്യും. എന്താ കാര്യം? റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ അർത്ഥം നീ എളിമപ്പെടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾക്കിങ്ങനെ അഹങ്കാരം കയറി കേമത്തെന്ന് അടിച്ച് നമ്മൾ ഏതാണ്ട് വലിയ പാർട്ടിയാണെന്നുള്ള ചിന്ത ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ഉണ്ടാകും. ദൈവം ഒരു മനുഷ്യൻ്റെ പ്രവർത്തിക്കാൻ ഉള്ള ഏറ്റവും വലിയ ഇരുമ്പ് വാതിലെന്ന് പറയണത് ഈ ഒരു അഹങ്കാരമാണ്. ഇരുമ്പ് വാതിലേ, അഹങ്കാരം ഒരു ഇരുമ്പ് വാതിലാണ്. ഇപ്പം ഞാൻ ആരോ ആണ്. ഇപ്പം നമുക്കിത്തിരി സൗന്ദര്യം ഉണ്ടെങ്കിൽ പരിപാടി തീർന്ന്. പിന്നെ ആ ഉള്ള സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുകൊണ്ട് എത്ര ആണുങ്ങളെ പിടിക്കാം, എത്ര പെണ്ണുങ്ങളെ പിടിക്കാം, ഇങ്ങനെയൊക്കെ ഈ ദൈവം തന്ന ദാനം കൊണ്ട് എങ്ങനെ പിശാചിന് വിടുപണി ചെയ്യാമെന്നും പറഞ്ഞ് അത് പിന്നെ എന്താണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും അവരെ ഒന്ന് കൊച്ചാക്കി പറഞ്ഞാൽ പിന്നെ അവരോട് ഫൈറ്റ് ചെയ്യും. പിന്നെ യുദ്ധമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഓരോരോ കാര്യങ്ങൾക്ക് പിന്നീട് അവർക്കുള്ള നിലപാടുകൾ, അവർ കൈവരിച്ച നിലപാടുകൾ, അവിടെ ഔന്നത്യം, അവിടെ എസ്റ്റീം, ഇതൊക്കെ ആൾക്കാർ ആരെങ്കിലും ചുരണ്ടിയാൽ അതിന് പിന്നെ കൊട്ടേഷൻ കൊടുക്കാൻ വരെ തയ്യാറാവുകയെ. മനുഷ്യൻ അതായത് മനുഷ്യൻ നശിക്കണത് അവൻ്റെ ഇല്ലായ്മ കൊണ്ടല്ല, അവൻ്റെ ഉള്ളായ്മയിൽ അവൻ കൈവരിക്കണ ദൈവത്തിന് നിരക്കാത്ത നിലപാട് കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ദൈവം തരും. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. ദൈവത്തിന് വേണമെന്ന് തോന്നുന്ന ആൾക്കാരെ കൊടുക്കത്തുള്ളൂ. സത്യമായിട്ട് അങ്ങനെയുള്ളൂ. ഞാൻ 21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്ത മനുഷ്യനാണ്. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. കാര്യം ഇത് അഹങ്കാരത്തിൻ്റെ ഇരുമ്പ് വാതിലെന്ന് പറയണത് ഒരു വല്ലാത്ത വാതിലാണ്. ഇത് വന്നാൽ ഇതിന് തുരുമ്പ് പിടിക്കണത് എപ്പോഴും ഇതുപോലുള്ള തകർച്ച വരുമ്പോൾ മാത്രമാണ്. ഇത് തുരുമ്പെടുക്കണത് എപ്പോഴാണിത്? ഈ തകർച്ച വരുമ്പോഴാണ് പെട്ടെന്ന്. അപ്പോൾ എല്ലാം പോയി, നമ്മളില്ലാത്തൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മളില്ലാത്തൊരു ലോകത്ത് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ചില വീടൊക്കെ വിചരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് ആരാണെന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരട്ടവാലിനൊക്കെ കയറിയിട്ടേ ഒരു കണ്ണൊക്കെ വെച്ച് ഈ അർത്തിങ്കപ്പള്ളിയിൽ നേർച്ചക്കാരിരിക്കണ പോലെയൊക്കെ ആൾക്കാരിരിക്കുക. അപ്പോൾ പറഞ്ഞത് അപ്പാപ്പനാണ്. അപ്പാപ്പനെ ഇപ്പോൾ ഇരട്ടവാലം കണ്ണീ കയറി ഒരു കണ്ണും കുത്തിപ്പൊട്ടിച്ച് അവിടെ ഇരിക്കുകയാണ്. കാര്യം ഞാൻ അപ്പൻ കഴിഞ്ഞാൽ പിന്നെ അപ്പാപ്പനെ ആരും പിള്ളേർ നോക്കത്തില്ല. പിള്ളേരുടെ കാലം വരുമ്പോൾ ഈ സാധനം അവർ വിറ്റ് കളയും. ഈ അപ്പാപ്പനുണ്ടാക്കിയതായിരിക്കുമേ.
ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം. ഇപ്പോൾ വെള്ളം പണ്ടൊക്കെ മുഴുവൻ വെള്ളം വരുന്നത്, അവിടെയൊക്കെ ചിരയൊക്കെ കുത്തിയെടുത്ത് അപ്പൂപ്പന്മാരൊക്കെ മണ്ണ് ചുമന്ന് തന്നെത്താൻ രാത്രിയും പകലും ചുമന്നൊക്കെയാണ് ചിറ പിടിപ്പിച്ച് പറമ്പാക്കിയിരിക്കണത്. ഈ പറമ്പൊക്കെ ഇന്ന് പേരക്കിടാങ്ങൾ വിറ്റ് മാറ്റണത്. അപ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്കാരില്ലേ, അവർ രാത്രിയും ലാഭം വെട്ടൊക്കെ ഇതൊക്കെ ഇരുട്ടതൊക്കെ മാറ്റിയിട്ട് ലാഭം വെട്ടത്തൊക്കെ ആയിരിക്കും മണ്ണ് ചുമന്നിരിക്കണത്. ആ ആൾക്കാരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ, ഈ ഭിത്തിയിലുള്ള ഈ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. അപ്പം നമ്മൾ എന്നായൊക്കെ ഉണ്ടാക്കിയാലും ശരി, എത്ര വലിയ ആളാണ്, ഇപ്പം നമ്മൾ വന്ന വഴിയും മറന്ന് നമ്മളാക്കിയതും മറന്ന് നിൽക്കാനുള്ള തറ തന്ന ആൾക്കാരെ മറന്ന് നമ്മളങ്ങനെ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനായിട്ട് എല്ലായിടത്തും ജീവിക്കും. എല്ലാവർക്കും എന്താണ് ചിലക്കൊക്കെ നാട് വിട്ടു പോകണമെന്നുള്ള ഒറ്റ ചിന്തയാണ്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ജീവിക്കുമ്പോൾ നാട്ടുകാർക്കൊക്കെ നമ്മളറിയാൻ പറ്റും. അപ്പം നമ്മളറിയാത്ത സ്ഥലത്ത് പോയി കേവനായിട്ട് ജീവിക്കുക എന്നുള്ളത് സ്വാഭാവികമായൊരു വാസനയുടെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്കൊന്നും പോയിട്ട് നാട്ടിൽ തിരിച്ചു വരാത്തതിൻ്റെ കാര്യം. എങ്ങനെ നാട്ടിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രാത്രിയും പകലൊക്കെ ഇരുന്നുകൊണ്ട് വെള്ളത്തിൽ ചരുവത്തിൽ വെള്ളം വെച്ച് കാല് വെച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ. അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഓടിക്കളയുക എന്നുള്ളതാണ്. എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഓടിക്കളയാം. അവരുടെ അഡ്രസ്സ് മാറ്റുക, അവർ പുതിയ അഡ്രസ്സ് മേടിക്കുക, അവർ വലിയ ക്യാമത്തൊന്നും അടിച്ചിട്ട് അവരെ പൈസ വാങ്ങിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് വലിയ രാജാവായിട്ട് ജീവിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അതായത് ഈ വിഷയങ്ങളൊക്കെ അവരെന്തൊക്കെ മറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാലും ബേസിക്കായിട്ട് മനുഷ്യൻ ഇതാണ്. പക്ഷെ നീ പോകുമായിരിക്കും, നീ അവിടെ പോയി വലിയ ക്യാമനായിട്ട് ജീവിക്കുമായിരിക്കും. പക്ഷേ ഒരു സെക്കൻഡ് നിൻ്റെ ബോഡിയെ തൊട്ട് കഴിയുമ്പോൾ വിഷയം മാറും. അപ്പം ഇങ്ങനെ ഓരോ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വിഷയം മാറ്റണത്? നിന്നെ തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ്. നിത്യത വരെ ദൈവത്തിന് നിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ അത് തിരിച്ചറിയിക്കും. ദൈവമാണ് നിന്നെ തൊട്ടിരിക്കണം തിരിച്ചറിയിക്കും. നിത്യത വരെ നിന്നെ ദൈവത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിന്നെ തിരിച്ചറിയിക്കത്തില്ല. അതുകൊണ്ട് നീ മാന്യമായിട്ട് പലതരത്തിലുള്ള രീതികളിൽ നിൻ്റെ കഴിവനുസരിച്ച് നീ ഫൈറ്റ് ചെയ്യും. ഒരു കഥയില്ല, ഫൈറ്റൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ എത്ര ഓരോ മനുഷ്യർ ഓരോരോ രാജ്യങ്ങളിലൊക്കെ പോയി അവരുടെ കപ്പാസിറ്റിയും പദവിയൊക്കെ അനുസരിച്ച് ചികിത്സിക്കണില്ലേ. അപ്പം അങ്ങനെ എത്രയോ പേര് ഒക്കെ ചികിത്സിച്ച് MGR പോലെയൊക്കെയുള്ള ചികിത്സിച്ചൊക്കെ വന്നില്ല. പിന്നെ ഇപ്പോൾ MGR ഒന്നും ഇല്ലല്ലോ. അവർ കാലും അങ്ങോട്ട് പോവുകയാണ്. ആരും ഓർക്കാറ് കൂടിയില്ല. അതിനുവേണ്ടി അങ്ങർക്ക് വേണ്ടി മരിക്കാനൊക്കെ ആൾക്കാർ പണ്ട് തയ്യാറായിരുന്നു. ആ തലമുറയെ മരിച്ചുപോയി, ഒന്നുമില്ല അവസാനം. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന കേമത്വങ്ങളൊക്കെ വെറും ഒരു കടലാസ് പുലി പോലെയാണുള്ള അവസ്ഥയാണ്. ഞാനിത് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനം ആർക്കെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാകും. നിങ്ങൾ എളിമപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാകും. എല്ലാവരും തിരിച്ച് വരത്തില്ല. കാരണം ദൈവം ഉദ്ദേശിക്കുന്നവർ, ദൈവം ഇങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, പഴയ നിയമത്തിലുണ്ട്. അടയാളം ഇട്ടിരിക്കുന്നവരുണ്ട്, നിത്യതയ്ക്ക് വേണ്ടി അടയാളം ഇട്ടിരിക്കുന്നവരുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി ദൈവം അടയാളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നെറ്റിയിൽ അടയാളം ഇട്ടിട്ടുണ്ട്. പഴയ നിയമത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഭാഗം ഞാൻ മറന്നുപോയി, ഇപ്പോൾ ഈശോ തന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അടയാളം ഇട്ടാൽ നിൻ്റെ ജീവിതത്തിലുണ്ടാകാൻ തകർച്ചകളിലെ കർത്താവിനെ നീ ഓർക്കും. ഒന്നാമത്തെ കാര്യമായിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഓർക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഓർക്കുമ്പോഴാണ് ശരിക്കും നിൻ്റെ സ്റ്റെപ്പപ്പ് ഉണ്ടാകണത്. അതാണ് ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെളിപാടെന്ന് പറയണത്. അതായത് സെക്കൻഡ് തിരഞ്ഞെടുപ്പല്ല, തേർഡ് തിരഞ്ഞെടുപ്പല്ല, സെക്കൻഡ് തിരഞ്ഞെടുപ്പല്ല, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് യേശുവായിരിക്കണം എന്ത് ജീവിതത്തിലാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ഓപ്ഷൻ ഉണ്ടാകും. അതായത് നിനക്ക് നിൻ്റെ ലെവൽ വർദ്ധിക്കും, ആധ്യാത്മിക ലെവൽ വർദ്ധിക്കും, കർത്താവിൻ്റെ കൃപ നിന്നിൽ വർദ്ധിക്കും. ഇപ്പം ഈ ചേട്ടൻ ഇപ്പോൾ ഈ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആരാ സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു, ശ്രീകല കാഞ്ഞിരമറ്റം. ആ ചേച്ചി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചേച്ചി ഒരു നല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട് അവരില്ലേ. ഇപ്പം എത്രയോ പേര് വന്ന് ഉടമ്പടി ചെയ്യുന്നതിൽ ഭക്തിയും വിശ്വാസവും നിറയണതും ചിലർ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇവർ ഈ സിസ്റ്റം ബയോപ്സിക്ക് പോയിരിക്കണമല്ല, ദൈവം ഒരു പ്രാർത്ഥന ഇവിടെ അതിർത്തി കൊടുക്കും. ആരുടെ? ശ്രീകലയുടെ. സ്ത്രീകളുടെ അത്തരത്തിൽ ഒരു പ്രാർത്ഥന കൊടുക്കും. ഇന്ന് ശ്രീകല സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കണേ? അമ്മേ, പരിശുദ്ധ അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ
സ്ഥിര സാക്ഷിയാക്കി മാറ്റണമേ. ഞാൻ തരുന്നത് ഇങ്ങനെ ഞാൻ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല, എനിക്ക് പോലും അറിയത്തില്ലത്. ഇവർ സ്വന്തമായി പരിശുദ്ധാത്മാവ് അവരുടെ നാക്കിൽ കൊടുക്കുകയാണ് ഈ പ്രാർത്ഥന. പണ്ട് ജെറമിയായുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേ കുടിൽ കൊണ്ട് കർത്താവ് ഒരു വിരൽ കൊണ്ട് കർത്താവ് ജെറമിയയുടെ നാവിനെ തൊടും. മറ്റടുത്ത് അതായത് പ്രാർത്ഥന കൊടുക്കണം, നാവിലല്ലേ നമ്മൾ പ്രാർത്ഥിക്കണത്. അപ്പോൾ പ്രാർത്ഥന കൊടുക്കണം. ഇപ്പോൾ ചിലരുടെ അമ്മ മാതാവ് എൻ്റെ ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ നാവിൽ കൈയിട്ടിട്ടുണ്ട്, വായിൽ ഈ 4 വിരൽ. അത് എൻ്റെ ആത്മകഥയിൽ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ട്രാൻസായി ഞാൻ ചാടി ഈ കടലിൽ ചെങ്കടലിലോ നദിയിലോ ചാടിയതാണ്. വലിയ ഏത് നദിയായി ഇട്ടതല്ലേ ചാടണത്. അന്ന് പെട്ടെന്ന് അകപ്പെടും. അതായത് ഇതൊരു ഭയങ്കര ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ലെവലിൽ പോയി അത്തരം അതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. ഒരു പ്രാർത്ഥന കൊടുത്തിരിക്കുകയാണ്. അതായത് ഓരോ വിഷയം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അങ്ങനെ കിട്ടാത്തിടത്തോളം കാലം നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ ഏത് പ്രാർത്ഥന എന്നാൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഓപ്ഷൻ വെക്കും. അങ്ങനെയാണ് പണി കിട്ടുന്നത്. കാര്യം നമ്മൾ അങ്ങനെയുള്ള ഈ ഉടമ്പടി അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലത്. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവികമായ ഒരു പദ്ധതിയാണ്. ദുരന്തമുണ്ടാകാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ പ്രൊട്ടക്ഷൻ പ്രെയറാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലാതെ ആകസ്മികമായിട്ട് വന്നതല്ല ഇത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെക്കാതെ ഉടമ്പടി തന്നെ ഫോളോ ചെയ്ത് പോകണം. ഏതാണ് അതിൻ്റെ ടൈം ഉണ്ടല്ലോ, 90 ദിവസമല്ലേ ഉള്ളൂ. അല്ല, ജീവിതകാലം മുഴുവൻ ഉടമ്പടി ഇല്ലല്ലോ. ഉടമ്പടിയുടെ ഫസ്റ്റ് ടൈം ഈ 90 ദിവസമാണ്. പിന്നീട് ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉടമ്പടി ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർ വളരെ ആ ഉടമ്പടിയുടെ ചൈതന്യം പോകാതിരിക്കാൻ വേണ്ടി 90 ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും. പിന്നെ 90 ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും. എന്താണ് അവർക്കങ്ങനെ പുതുക്കാനുള്ള അനുഗ്രഹവും കൃപയും അതിൻ്റെ അഭിഷേകമൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോണത്. അപ്പം അതുകൊണ്ട് പക്ഷേ ഇത് എന്നും കൊന്നും നിങ്ങൾ ഉടമ്പടിയും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ കെട്ടിയിടാൻ ആരും ഉദ്ദേശിക്കണില്ല. 90 ദിവസമേ ഉള്ളത്. 90 ദിവസം കഴിയുമ്പോൾ ഇത് തീരുകയാണ്. കാര്യം ഉടമ്പടിയുടെ ബിബ്ലിക്കൽ ടൈം 90 ഡേയ്സാണ്. അപ്പം അത് പക്ഷേ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ കൃപയിൽ ഇത് ഒരു വല്ലാത്ത പ്രാർത്ഥനയാണല്ലോ. ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് അവർ മാസം 3 മാസം കൂടുമ്പോൾ ഒന്ന് പുതുക്കി കൊണ്ടുപോകണത്. അത് ഭയങ്കര അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ദൈവാനുഗ്രഹവും അവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക. അതുപോലെ പക്ഷേ എപ്പോഴും അച്ഛൻ്റെ ഉദ്ദേശം സാക്ഷ്യം പറഞ്ഞിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും. അല്ല, സാക്ഷ്യം കിട്ടിയിട്ട് പറഞ്ഞിട്ടല്ല, ഒരു സാക്ഷ്യം ഇങ്ങനെ കിട്ടിയിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചില ആൾക്കാർ അടുത്ത ദിവസങ്ങളിൽ അനുഭവം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി അവർ രണ്ടാമത് ഉടമ്പടി പുതുക്കണ കാണാം. അങ്ങനെയുള്ളവരെല്ലാവരും സാക്ഷ്യം പറഞ്ഞ് പോകുന്നുണ്ട്. ഒരു ദിവസം 25 സാക്ഷ്യമാണ് കൃപാസനത്തിലുള്ളത്. സ്ത്രീകല ചേച്ചിയുടെ അധരത്തിൽ ദൈവം നിക്ഷേപിച്ച വചനം എന്താണ്? അമ്മയുടെ ഉടമ്പടിയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയായി, എൻ്റെ അമ്മേ അതെന്ത് സംഭവം, അത് ഒരു സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ. അതാണ് പ്രാർത്ഥന. അപ്പോൾ അവളുടെ ഭർത്താവ് വിളിക്കും, ഉടനെ അവരുടെ ഭർത്താവരെ വിളിക്കും. ഡോക്ടറിന് റിപ്പോർട്ട് വന്നു, നമുക്കൊരു പ്രശ്നവുമില്ല, അമ്മ നമ്മളെ സുഖപ്പെടുത്തി, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്ഥിരസാക്ഷിയായില്ലേ. അപ്പം അത് ആ സാക്ഷ്യം എങ്ങനെയാണ് അവർ കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രെയർ ഫോം, ഭയങ്കര ദൈവകൃപ. ഞങ്ങളെ ഉടമ്പടി തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഐഡിയ ഒന്നും അല്ല ഇപ്പോൾ. ഇതിനേക്കാളുപരി നമ്മൾ ചിന്തിക്കാത്ത എല്ലാ മേഖലകളിലും അമ്മ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ്? ക്രിസ്തു എല്ലാമാണെന്ന്. പിന്നെ എന്താണ് പറയണത്? എല്ലാവരിലുമാണ്, ക്രിസ്ത്യാനികളിൽ മാത്രമല്ല. അതാണ് ഭയങ്കര വചനമാണത്. ഇത് ആദ്യം മനസ്സിലാക്കിയത് അമ്മയാണ്. ക്രിസ്തു എല്ലാമാണ്. പിന്നെ ആരാണ്? എല്ലാവരിലുമാണ്. അമ്മ ഈ കാനായിലെ കല്യാണത്തിൽ ഈ അനുഗ്രഹം നടത്തുമ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ അവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ല. അന്ത്യോക്യയിൽ വെച്ചല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാകണത്. എത്രയോ വർഷം കഴിഞ്ഞ് അവിടെ യഹൂദരാണ് ഉണ്ടാകണത്. അപ്പം യഹൂദർക്കായാലും
യഹൂദരല്ലാത്തവർക്കായാലും ക്രിസ്തുവാണ് അനുഗ്രഹത്തിൻ്റെ മാർഗവും ആശ്വാസത്തിൻ്റെ പേര് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മയാണ്. പ്രാർത്ഥിക്കുക, അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ കൊളോസ്യസ് 3:11 അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പോരായ്മകളിലും രോഗങ്ങളിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള വിഷയങ്ങളിലും അതിനുശേഷം വന്ന വിഷയങ്ങളിലും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങളിലും എല്ലാം പരിഹാരം ക്രിസ്തുവാണ്. ക്രിസ്തു എല്ലാവരിലുമാണ് എന്നുള്ള ബോധ്യത്തില് ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ മധ്യസ്ഥ ഈ നിമിഷം ലഭിക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികടേ ധ്യാനത്തെ